വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. ഈ ഉഴുന്ന് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണിത്. ഇത് നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മാറ്റാം. ഒരു കപ്പ് ഉഴുന്നല്ലേ ഉള്ളൂ, അപ്പോൾ ബാച്ച് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒന്നിച്ച് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇത് നല്ല കട്ടിയുള്ളൊരു പേസ്റ്റ് ആക്കിയിട്ടാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോയിട്ട് മാവ് ലൂസായി പോകാൻ പാടില്ല. 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ മനസ്സിലാവും നല്ല കട്ടിയുള്ള മാവാണ്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് മല്ലിയിലയും പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ സ്നാക്കിന് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എരിവ് അധികം ഉണ്ടാവില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല മാവ് പരുവത്തിൽ തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്നാക്ക് ഒന്ന് ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ സ്നാക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളറൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. ഈ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഓയിൽ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ വെച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചിട്ടാണെങ്കിൽ സ്പൂൺ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വലിയ ബോൾസ് ആക്കി അങ്ങ് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഉൾഭാഗം വെന്ത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നല്ല ചൂടുണ്ടാകുന്ന സമയത്ത് ഇട്ട് കൊടുക്കുക. വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കണം. ഈ ഗ്യാപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു സമയം കുറച്ചധികം സ്നാക്സ് തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു വലിയ പാൻ എടുത്താൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു ഭാഗം ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് മറിച്ചിട്ട് കൊടുക്കണം. രണ്ട് ഭാഗം നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കണം. ഉൾഭാഗം കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. നല്ല എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്ക് ചെറിയ പ്രൊമോഷനൊക്കെ വേണ്ടേ. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കണം. ഈ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പം കുറച്ചധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്